الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن آياته خلق السماوات والأرض وما بث فيهما من دابة وهو على جمعهم إذا يشاء قدير وما أصابكم من مصيبة فبما كسبت أيديكم ويعفو عن كثير صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കുവാനും തികഞ്ഞ ജാഗ്രതയോടുകൂടി അവ ജീവിതത്തിൽ പുലർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹം മനുഷ്യത്വത്തെ സംബന്ധിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ മാനവികതയെക്കുറിച്ച്. അൽ ഇൻസാനിയത്തു ലാ തഅരിഫുൽ ഹുദൂദ അവി സിയാസ. അദ്ദേഹം പറയുന്നത്, ഹ്യൂമാനിറ്റി നോസ് നോ ബോർഡേഴ്സ് ഓർ പൊളിറ്റിക്സ്. മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന ആശയത്തിന് അതിരുകളോ രാഷ്ട്രീയമോ ഇല്ല. എന്നിട്ട് അദ്ദേഹത്തെയും കൂട്ടാളികളെയും സംബന്ധിച്ച് പറയുന്നത്, നഹ്നു മുൽതസിമുന ബിഖിയമിർ റഹ്മതി വമുസാഅദത്തുൽ മുഹ്താജിൻ ബിഗദ്ദിൻ നദരി അൻ ഖൽഫിയാതിഹി. ദയയുടെ മൂല്യങ്ങൾ, കമ്പാഷന്റെ മൂല്യങ്ങൾ പരിപാലിക്കാനും ക്ലേശിക്കുന്നവരെ സഹായിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ ആശയപരമോ ദേശീയമോ ആയ പശ്ചാത്തലം ഒട്ടും പരിഗണിക്കാതെ. ഇത് ഇസ്മായിൽ ഹനിയയുടെ വാക്കുകളാണ്. അദ്ദേഹത്തെ 2 ദിവസം മുമ്പ് ടെഹ്റാനിൽ വെച്ച് സയനിസ്റ്റുകൾ ഗൂഢാലോചനയിലൂടെ വധിച്ചു കളഞ്ഞു. ഫലസ്തീനിലെ ഗസയിലെ പോരാട്ടത്തിന് ഇന്ന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. 948 നഖബയിൽ ഓടിപ്പോകേണ്ടി വന്ന ഒരു പാലസ്തീനിയൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതും ഒരു അൽ ഷാത്തി എന്ന റെഫ്യൂജി ക്യാമ്പിൽ. ജനനം 1962 2006 പാലസ്റ്റൈൻ അതോറിറ്റിയുടെ പ്രൈം മിനിസ്റ്ററായി അദ്ദേഹം സ്ഥാനമേറ്റു. പിന്നീടാണ് അൽ ഫത്തഹും ഹമാസും തമ്മിലുള്ള കുഴപ്പങ്ങളുണ്ടായത്. ആ കുഴപ്പങ്ങൾ ഉണ്ടായതോടുകൂടി ഗസ ഹമാസിന്റെയും വെസ്റ്റ് ബാങ്ക് അൽ ഫത്തഹിന്റെയും നിയന്ത്രണത്തിലായ ചരിത്രവും നമുക്കറിയാം. അതേസമയം അധിനിവേശത്തിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഹമാസ് ഇന്ന് ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. മറ്റൊരുപാട് വിഭാഗങ്ങൾ പൊതുവെ അനുരഞ്ജനത്തിൻ്റെതായ പാതയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പോരടിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വിചാരവും വികാരവും ആ പ്രസ്ഥാനത്തിൻ്റെതുപോലെ തന്നെ, സാധാരണ നേരെ തിരിച്ചാണ് ആരോപിക്കപ്പെടാറുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെതുപോലെ തന്നെ ഒട്ടും സങ്കുചിതമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തങ്ങൾ നിലകൊള്ളുന്നത് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ്.
മാനവികതയുടെ പക്ഷത്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അദ്ദേഹം ഒട്ടും സംശയത്തിന് ഇട നൽകാത്ത വിധം ഒരിക്കൽ പ്രഖ്യാപിച്ചത്, വി റിജക്ട് ഓൾ ഫോംസ് ഓഫ് റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഞങ്ങൾ നിരാകരിക്കുകയാണ്, തള്ളിക്കളയുകയാണ് റേസിസത്തിൻ്റെ, വംശീയതയുടെ, അതോടൊപ്പം വിവേചനത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും. ഒരു വംശീയതയ്ക്ക് പകരം പ്രതിവംശീയത എന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമോ അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, അവർ സ്ട്രഗിൾ ഈസ് നോട്ട് അഗെയിൻസ്റ്റ് ജൂസ് ആസ് എ പീപ്പിൾ. ഇത് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങളുടെ പോരാട്ടം ഒരു ജനത എന്ന നിലക്ക് യഹൂദർക്കെതിരെയുള്ള പോരാട്ടമല്ല, അവർക്കെതിരെയുള്ള സമരമല്ല, ബട്ട് അഗെയിൻസ്റ്റ് ദ ഒക്യുപ്പേഷൻ ആൻഡ് ദ പോളിസീസ് ഓഫ് ഓപ്പറേഷൻ. അത് അധിനിവേശത്തിനും അടിച്ചമർത്തലിന്റെ നയങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രചോദനം എന്താണ്, അദ്ദേഹത്തിന്റെ ഐഡിയോളജി എന്താണ്, അദ്ദേഹത്തിന്റെ പ്രചോദനം എന്താണ് എന്നതിനെ സംബന്ധിച്ചു കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കേവലം ഒരു ഫലസ്തീൻ ദേശീയതയിൽ ഊന്നി നിന്നുകൊണ്ട് ലോകത്തെ കാണാൻ ശ്രമിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. മറിച്ച് ലോകത്തിന് തന്നെയും സുന്ദരമായൊരു ഭാവി സ്വപ്നം കാണുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു, വി സീക്ക് എ ഫ്യൂച്ചർ where all people regardless of race or religion can live in peace and equality. ഞങ്ങൾ കാണുന്നത് ഒരു ഭാവിയെയാണ്, ഞങ്ങൾ തേടുന്നത് ഒരു ഭാവി ലോകത്തെയാണ്. എല്ലാ മനുഷ്യരും റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ റിലിജൻ, വംശമേത് മതമേത് എന്ന പരിഗണന കൂടാതെ ക്യാൻ ലിവ് ഇൻ പീസ് ആൻഡ് ഇക്വാലിറ്റി, എല്ലാവർക്കും സമാധാനത്തിലും സമത്വത്തിലും ജീവിക്കാൻ സാധിക്കുന്ന ഒരു ലോകത്തെ ഞങ്ങൾ തേടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നതാണ്. അത് കേവലം ഒരു വിഭാഗത്തിന്റെ വിമോചനം, സ്വാഭാവികമായും ഒരു പ്രതിരോധ ദേശീയത അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്, ഫലസ്തീൻ ദേശീയതയെ വിശകലനം ചെയ്യുമ്പോൾ ദേശീയത എന്നത് അടിസ്ഥാനപരമായി മാനുഷികത എന്ന ആശയത്തിനെതിരാണെങ്കിൽ പോലും പലപ്പോഴും അതിശക്തമായ അധിനിവേശങ്ങളെ നേരിടുവാനുള്ള ഒരു വികാരമായിട്ട് അത് മാറാറുണ്ട്. അന്നിലക്ക് ചരിത്രപരമായി അത് വളരെ പ്രസക്തവുമാണ്. അതേ പ്രസക്തി ഫലസ്തീൻ ദേശീയതക്കുമുണ്ട്. അതിനൊരു പോസിറ്റീവ് നാഷണലിസത്തെ ഏറ്റവും ആധികാരികമായി പഠിച്ചിട്ടുള്ള ജോർജ് ഓർവെൽ അദ്ദേഹത്തിന്റെ നോട്ട്സ് ഓൺ നാഷണലിസം എന്ന പുസ്തകത്തിൽ, പ്രബന്ധത്തിൽ തന്നെ 3 തരം നാഷണലിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് പോസിറ്റീവ് നാഷണലിസമാണ്. നാഷണലിസത്തിന്റെ എല്ലാ രൂപങ്ങളെയും വിമർശിക്കുമ്പോഴും അദ്ദേഹം ഒന്ന് പോസിറ്റീവ് നാഷണലിസമാണ്, അങ്ങനെ ഒരു രൂപമുണ്ട്. അതോടൊപ്പം പിന്നെ ട്രാൻസ്ഫേർഡ് നാഷണലിസം, പിന്നെ നെഗറ്റീവ് നാഷണലിസം, കൂടുതൽ അപകടകരമായി തീരുന്ന അതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇപ്പറയുന്ന അതിന്റെ ഒരു ധനാത്മക വശം, അതിന്റെ ഒരു ക്രിയാത്മക വശം എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിന് സഹായകമാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ആ ഫലസ്തീൻ നാഷണലിസം എന്ന് പറയുന്നത് നിലകൊള്ളുന്നത് ഒരാഗോള ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൊക്കെയും അത് കേൾക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, കിഫാഹുനാഹു വകിഫാഹും മിൻ അജ്ലിൽ ഹുരിയത്തി മിൻ അജ്ലി തഹർറുരി മിനൽ ഇഹ്തിലാലി വമിൻ അജ്ലിൽ ഹഖ് ഫിൽ ഐശ് ബികറാമത്ത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായിട്ട് അതിന് ബന്ധമുണ്ട്. നമ്മൾ ഹക്കുകളെ കുറിച്ച് പറഞ്ഞു വരികയാണ് വിഷയം. അതിലാദ്യം തുടങ്ങിയത് ഹക്കുൽ ഹയാ, ജീവിതത്തോടുള്ള റെസ്പോൺസിബിലിറ്റി. അതിന്റെ 6ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഹക്കുൽ കറാമ, അത് റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ ഡിഗ്നിറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി, അതിനോടുള്ള ആദരവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വവും. ഇപ്പറയുന്ന സംഗതികളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അതിനിടയിൽ പറയുന്ന ഹക്കുൽ ഹുരിയ, ഹക്കുൽ മാൽ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് ഇതിനെ നമുക്ക് വായിക്കാൻ സാധിക്കും. അദ്ദേഹം എന്താണ് പറഞ്ഞത്? കിഫാഹുനാഹു വകിഫാഹും മിൻ അജ്ലിൽ ഹുരിയത്ത്, അവർ സ്ട്രഗിൾ ഈസ് എ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പോരാട്ടം, സമരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതോടൊപ്പം തന്നെ ഫോർ ലിബറേഷൻ ഫ്രം ഒക്യുപ്പേഷൻ, അധിനിവേശത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ലോകത്തുള്ള പല വിവേചനം നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലെയും ജനതകളും അതോടൊപ്പം തന്നെ വിവേചനം അനുഭവിച്ചിട്ടുള്ള സർക്കാരുകൾ പോലും ആ ഫലസ്തീൻ പോരാട്ടത്തിന്, നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും ദുർബല ശക്തികൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. ഒരു വലിയേട്ടന്റെയും താക്കീതിനെ ഭയപ്പെടാതെ ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ദുർബല രാജ്യങ്ങൾ ഫലസ്തീനെ
ലോക കോടതിയിൽ ഫലസ്തീനു വേണ്ടി ഒരു കേസ് കൊടുത്തത് പോലും സൗത്ത് ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ്. അറബ് ലോകം ഇല്ലാഞ്ഞിട്ടല്ല, തുർക്കി ഇല്ലാഞ്ഞിട്ടല്ല, ഇറാൻ ഇല്ലാഞ്ഞിട്ടല്ല. ടെഹ്റാനിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഇത് ഏത് തരം ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതും വേറൊരു ചർച്ചയാണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് അവിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ ക്ഷണിതാവായിട്ട് പോയിടത്തുനിന്നാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, സൗത്ത് ആഫ്രിക്കയാണ് ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായിട്ട് കേസ് കൊടുത്തത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ദുർബല വിഭാഗങ്ങൾ, ചിന്തിക്കുന്ന ദുർബല വിഭാഗങ്ങൾ ആ സമരത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് അദ്ദേഹം പറയുന്ന വർത്തമാനം തന്നെയാണ്. അവർ സ്ട്രഗിൾ ഈസ് എ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണത്. ഫോർ ലിബറേഷൻ ഫ്രം ഒക്യുപ്പേഷൻ, അത് വിമോചനത്തിന് വേണ്ടിയുള്ള സമരമാണ്. അധിനിവേശത്തിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ആൻഡ് ഫോർ ദ റൈറ്റ് ടു ലിവ് ഇൻ ഡിഗ്നിറ്റി, അതാണ് പറഞ്ഞത്. ഹക്കുൽ ഹയാ തൊട്ട് ഹക്കുൽ കറാമ വരെയുള്ള എല്ലാ ആശയങ്ങളും അതിൽ വരുന്നുണ്ട്. അത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ മാധ്യമങ്ങളെ പോലും നിയന്ത്രിക്കുന്ന ശക്തികൾ, ഭരണകൂടങ്ങൾ എത്ര തന്നെ മറച്ചു വെച്ചാലും ഈ ശബ്ദം ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ശബ്ദം ബാക്കി വെച്ചുകൊണ്ട്, അതിന്റെ പ്രതിധ്വനികൾ ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഷഹീദായി അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നത്. മരിച്ചു എന്ന് പറയരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കലും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതി ജീവൻ വെടിഞ്ഞവരെ മരിച്ചവരെന്ന് പറയരുത്. അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അള്ളാഹുവിങ്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ. ആ ഒരു പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു പോവുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ഷേഖ് അഹമ്മദ് യാസീന്റെയും അതുപോലെ റന്തീസിയുടെയും ഒക്കെ പിൻഗാമിയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിങ്കലും ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആ ഓർമ്മകളിൽ നിന്ന് പൊരുതുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കുമുള്ള ഒരു ഐക്യദാർഢ്യം, അതിനനുകൂലമായിട്ടുള്ള ഒരു മനസ്സ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് സദാസമയം നമ്മുടെ ഉള്ളിൽ തുടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഷഹാദത്തിനെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകുകയും അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കളുമായി ഒത്തുചേരുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പറയുന്ന ജീവിതത്തിന്റെയും ഡിഗ്നിറ്റിയുടെയും ഒക്കെ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ ആഴ്ച നമ്മളെ നടുക്കിയ മറ്റൊരു മഹാദുരന്തം. അത് നമ്മുടെ സമീപ ജില്ലയിലെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഒക്കെയാണ്. ഇതേ സംബന്ധിച്ചു കൂടി ചില വർത്തമാനങ്ങൾ നമ്മൾ അറിയുകയും കേൾക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ മൗലികമായി നമ്മൾ അവിടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു. ഇതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ പരീക്ഷണത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത് തമ്പുരാൻ ആ മനുഷ്യർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. എല്ലാ നഷ്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും ഒരു ജീവിതം പടുത്തുയർത്തുവാനുള്ള എല്ലാ ശേഷിയും തൗഫീഖും റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജനതക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനിടയിൽ അതങ്ങോട്ട് മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ മറ്റ് ചില വശങ്ങൾ സൂചിപ്പിക്കുന്നത് സങ്കടമാണ് എന്ന് കരുതുകയാണ്. ഇത് വേറൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതവും നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊരിക്കലും അവിടെ ദുരിതമനുഭവിക്കുന്ന ജനതയുടെ അവരുടെ പ്രയാസങ്ങൾ മറക്കുക എന്നതല്ല, മറിച്ച് മേലിൽ നമുക്ക് വേണ്ടത് എപ്പോഴും ആസൂത്രണമാണ്. ആ ആസൂത്രണത്തിന് അടിസ്ഥാനമായി വർത്തിക്കേണ്ടതായിട്ടുള്ള ആശയങ്ങളാണ്. ഈ ആശയങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ദുരിതങ്ങളെ മറികടക്കാൻ സാധിക്കും. ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ മറികടന്നിട്ടുമുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. അതേസമയം ഇതിങ്ങനെ നിരന്തരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ കാലമായിട്ട് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ തത്വങ്ങൾ എന്താണ്, ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം മാറേണ്ടതുണ്ട്, ജീവിതത്തിന്റെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ചും അതിനോടുള്ള റെസ്പോൺസിബിലിറ്റിയെയും റെസ്പെക്റ്റിനെയും സംബന്ധിച്ചും ഒന്നും വെറുതെ പ്രബന്ധം രചിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ എത്രത്തോളം മാറേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചും പലപ്പോഴും ഖുർആനും അതുപോലെ പ്രവാചകന്മാരുടെ വർത്തമാനങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ അവർ ആശയങ്ങളെ പ്രകൃതിയിലേക്ക് ചേർത്ത് വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രകൃതിയിലേക്കാണ് എപ്പോഴും ആശയങ്ങളെ ചേർത്ത് വെക്കുന്നത്. പ്രകൃതിയിൽ നിന്നാണ് അവർ ഉപമകൾ കണ്ടെത്തുന്നത്. ബൈബിളിൽ ക്രിസ്തുവിന്റെ ഉപമകൾ അതൊരു പ്രത്യേക പഠന വിഷയം തന്നെയാണല്ലോ. ക്രിസ്തുവിന്റെ ഉപമകളിൽ ഒരിടത്ത് പറയുന്നത് പാടത്ത് ലില്ലിപ്പൂക്കൾ വളരുന്നു. പാടത്ത് ലില്ലിപ്പൂക്കൾ വളരുന്നത് അവ സ്വയം അധ്വാനിക്കുന്നില്ല, ക്ലേശിക്കുന്നുമില്ല. സ്വയം അധ്വാനിച്ചിട്ടോ ക്ലേശിച്ചിട്ടോ അല്ല പാടത്ത് വെള്ളാമ്പൽ പൂക്കൾ വളരുന്നത്.
അത് തനിയെ അങ്ങോട്ട് വളരുകയാണ്. പക്ഷെ തനിയെ വളരുന്ന ആ ഒരു പ്രകൃതി പ്രതിഭാസത്തിന്റെ ഒരു സൗന്ദര്യത്തെ സംബന്ധിച്ച് പിന്നീട് പറയുന്നത്, യെറ്റ് ഐ ടെൽ യു ഈവൻ സോളമൻ ഓൾ ഹിസ് ഗ്ലോറി വാസ് നോട്ട് എറൈഡ് ലൈക്ക് വൺ ഓഫ് ദിസ്. എന്ന് പറഞ്ഞാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും, ശലോമോൻ അല്ലെങ്കിൽ സുലൈമാൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ശലോമോൻ രാജാവ് എന്ന് കൂടി വിളിക്കപ്പെട്ടിട്ടുള്ള, ഇസ്രായേൽ പുരാവൃത്തങ്ങളിൽ രാജാവ് എന്ന് പോലും വിളിക്കപ്പെട്ടിട്ടുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ, അദ്ദേഹത്തിന്റെ പ്രതാപത്തെയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ അനുഭവിച്ചിരുന്ന പ്രൗഢിയെയും സംബന്ധിച്ച് നമുക്കറിയാം. ആ ഉദാഹരണം വെച്ചുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ, ഏതെങ്കിലും ഒരാമ്പൽ പൂവിനെ പോലും അലങ്കൃതനായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു സൗന്ദര്യവും ആഴവുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ കരുതലും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു കരുതൽ, അതോടൊപ്പം തന്നെ അത് നൽകുന്ന തണൽ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മഹത്തരമായ കാര്യങ്ങളെയും ആശയങ്ങളെയും പ്രകൃതിയിലേക്ക് ചേർത്ത് വെക്കുവാൻ കാരണം. അതാണ് എന്ന് മനസ്സിലാക്കണം. കലിമത്തുൻ ത്വയ്യിബ, അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? അലം തര കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. ഈ സത്യവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹത്തായ ആദർശം എന്ന് പറയുന്നത്, കലിമത്തുൻ ത്വയ്യിബ എന്ന് പറയുന്നത്, അത് എന്തുപോലെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളത് കണ്ടില്ലേ? അതൊരു ഉത്തമമായ വൃക്ഷം പോലെയാണ്, ഒരു ഉത്തമമായ മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ വഫറഉഹാ ഫിസ്സമാ. അതിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. പ്രകൃതിയിലേക്കാണ് അത് ചേർത്ത് വെക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വചനം കേൾപ്പിക്കുന്ന ദൈവദൂതനെ വിതക്കാരനോട് ഉപമിച്ചതായിട്ട് കാണാം. ക്രിസ്തുവിന്റെ ഉപമയിൽ തന്നെ വിതക്കാരനോട് ഉപമിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യന് അള്ളാഹു നൽകുന്ന പദവി എന്താണ്? ഇതിൽ നിന്നാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ചിന്തകളും കൂടി വരേണ്ടത്. പദവി എന്ന് പറയുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഖുർആന്റെ ഭാഷയിൽ ഖിലാഫത്ത്. ഈ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമീനിയൻ എന്നൊരു പദം ബൈബിൾ ഉപയോഗിച്ചായിട്ട് കാണാൻ സാധിക്കും. ലെറ്റ് ദം ഹാവ് ഡൊമീനിയൻ ഓവർ ദ ഫിഷ് ഓഫ് ദ സീ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഞാൻ അവനെ എന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ അവനെ എന്റെ ഇമേജിൽ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് ഞാൻ അവന് ഡൊമീനിയൻ നൽകിയിരിക്കുന്നു കടലിലെ മത്സ്യങ്ങൾക്ക് മേൽ, ആൻഡ് ഓവർ ദ ഫൗൾ ഇൻ ദ എയർ, അതുപോലെ ആൻഡ് ഓവർ ദ കാറ്റിൽ, ആൻഡ് ഓവർ ഓൾ ദ എർത്ത്. ഭൂമിയിലുള്ള സകലതും, ഭൂമിയിൽ ഇഴഞ്ഞു പോകുന്നതും നടന്നു പോകുന്നതുമായ സകലത്തിന്റെയും മേൽ ഞാൻ അവന് ഒരു ഡൊമീനിയൻ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ഡൊമീനിയൻ അല്ലെങ്കിൽ ഖിലാഫ, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്ന് പറയുന്നിടത്തുള്ള ഖിലാഫ, ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതൊരു സ്റ്റെവാർഡ്ഷിപ്പ്. അതൊരിക്കലും തന്നെ റാദർ ദാൻ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും തന്നെ ചൂഷണം എന്ന് പറയുന്ന ഒരു സംഗതിയല്ല. അതിനേക്കാൾ അപ്പുറം അതൊരു കരുതലാണ്, അല്ലെങ്കിൽ അതിനെ നിലനിർത്തലാണ് എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഇതിപ്പോ ഈ രണ്ട് വചനങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ, ഭിന്നങ്ങളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, ബൈബിള് ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നോക്കുക, ഖുർആന്റെ ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നോക്കുക. പലപ്പോഴും ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ. തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും എന്ന് ഇസ്രായേൽ സമൂഹത്തോട് പറയാൻ വേണ്ടി പ്രവാചകനോട് പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ വരിക, ഞങ്ങൾക്കും നിങ്ങൾക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പൊ പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഡൊമീനിയൻ എന്ന് പറയുന്നത് ഖുർആനിലെ ഖിലാഫ എന്നതിന്റെ അതേ അർത്ഥത്തിലാണ്, ആർക്ക് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോഴാ ഡൊമീനിയൻ എന്ന് പറയുമ്പോൾ ആസ് എ കോൾ ടു സ്റ്റെവാർഡ്ഷിപ്പ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. റാദർ ദാൻ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യാനുള്ള ഒരു പരമാധികാരമല്ല, മറിച്ച് അതിനെ പരിപാലിക്കുവാനുള്ള ഒരു പ്രാതിനിധ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ 3 കാര്യങ്ങൾ അടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ടു കെയർ ഫോർ ക്രിയേഷൻ. ഈ പറയുന്ന ഭൂമിയിലുള്ള സൃഷ്ടലോകത്തോട് മുഴുവനുള്ള ഉത്തരവാദിത്തം, ജീവലോകത്തോട് മാത്രമല്ല, സൃഷ്ടലോകത്തോട് മുഴുവനുള്ള ഉത്തരവാദിത്തം. രണ്ടാമത്തത് വിഭവങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്നാണ് മൂന്നാമത്തെ പോയിന്റ് വരുന്നത്, എൻഷുറിംഗ് ദെയർ സസ്റ്റൈനബിലിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. ഭാവിയിൽ വരാനിരിക്കുന്നവർക്ക് വേണ്ടി ഇതിന്റെ നിലനിൽപ്പ്, ഇതിന്റെ കരുതൽ, ഭാവിയിൽ വരാനിരിക്കുന്നവരോടുമുള്ള കരുതൽ. അല്ലാഹു ഭൂമിയിലും ആകാശത്തുമുള്ളതെല്ലാം സൃഷ്ടിച്ചിട്ട് ഈ ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നവർ മാത്രമല്ല, നേരത്തെ ജീവിച്ചവർ കരുതി വെച്ചതാണ് നമ്മൾ അനുഭവിക്കുന്നത്. കരുതി വെച്ചതിനോടൊപ്പം അവരുണ്ടാക്കിയതും നമ്മൾ ഭാവിയിലേക്കും അത് കരുതി വെക്കാൻ, ഇനി വരാനിരിക്കുന്നവർക്ക് കൂടി കരുതി വെക്കണം. അതുകൊണ്ടാണ് ഈ മരം നടുന്നതിന്റെ ഉപമയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ്
അന്ത്യനാള് നാളെയാണെങ്കിൽ പോലും മരം നടുന്നവന്, ചെടി നടുന്നവന് അതിൻ്റെതായ പ്രതിഫലമുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിന്റെ കാരണം വേറെന്താണ്? അത് അതിനോടുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയോടും ചുറ്റുപാടുകളോടും സമൂഹത്തോടും, നമ്മൾ പൊതുവെ സുരക്ഷിതരായി ജീവിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് ചിന്തിക്കണം. നമുക്ക് ഈ ചുറ്റുപാടുമുള്ള മനുഷ്യരോടും അതോടൊപ്പം പ്രകൃതിയോടുമുള്ള ബാധ്യതകൾ എത്രത്തോളം നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്? എല്ലാ ദുരന്തങ്ങളെ സംബന്ധിച്ചുമുള്ള ഖുർആന്റെ ഒരു വർത്തമാനം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിലും കരയിലും കടലിലും നാശം പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഇത് നമ്മളാരും പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണം. ശരിക്കും ഈ പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് പൊതുവെ രണ്ടു തരമുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററാണ്, വളരെ സ്വാഭാവികമായിട്ടുള്ള ദുരന്തങ്ങളാണ്. രണ്ടാമത്തത് ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളാണ്. അതേസമയം തന്നെ ഈ പറയുന്ന രണ്ടിലും മനുഷ്യന്റേതായ പ്രവർത്തനങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പറയുന്ന സ്വാഭാവിക ദുരന്തങ്ങളുടെ തന്നെയും അതിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിപ്പിക്കുവാൻ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഓതി വെച്ചിട്ടുള്ള ആയത്തിൽ തന്നെ വമാ അസാബത്തും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങളെ ഒരു ക്ലേശം ബാധിക്കുമ്പോൾ ആ ക്ലേശം നിങ്ങളെ പിടികൂടുന്നത് നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടല്ലാതെ വേറൊന്നുമല്ല എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. എന്നിട്ട് വയഅഫു അൻ കസീർ, കൂടുതൽ സംഗതികളും അള്ളാഹു പുറത്തു തരുന്നുണ്ട്. അള്ളാഹു മാപ്പാക്കുന്നത് കൊണ്ടാണ് അന്നേരം ഫലം കിട്ടാത്തത്, അന്നേരം ദുരിതമുണ്ടാകാത്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യവശാൽ ഇത്തരം ദുരിതങ്ങൾക്ക് ഇരകളാവുന്നത് കാരണക്കാരായ ആളുകളല്ല. കാരണക്കാർ പൊതുവെ സുരക്ഷിതരായിട്ട് കാണപ്പെടുന്നു. അതിലുള്ള പടച്ചതമ്പുരാന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണക്കാർ സുരക്ഷിതരായിരിക്കുന്നു, അതേസമയം ഇരകളാണ് ഇത്തരം ദുരന്തങ്ങൾക്കും ഇരകളാകുന്നത് എന്നത് ഒരു ദൗർഭാഗ്യമാണ്. എന്നാൽ അതേ സംബന്ധിച്ചും പടച്ചതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളതാണ്. വത്തഖൂ ഫിത്നത ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, ഖുർആൻ പറയാം. അതിന് സാമൂഹികമായ അർത്ഥങ്ങളുണ്ട്, പാരിസ്ഥിതികമായ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിമിത്തം കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല. ഫിത്ന എന്നതിന് പ്രലോഭനം എന്നും അർത്ഥമുണ്ട്. പ്രലോഭനത്തിന്റെ ഒരു വ്യവസ്ഥയാണല്ലോ മൂലധന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്നത്തെ മൂലധന കേന്ദ്രിത വ്യവസ്ഥ എന്ന് പറയുന്നത് ലാഭത്തിന്റെയും പ്രലോഭനത്തിന്റെയും ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ പ്രലോഭനത്തിന്റെ ക്ലേശങ്ങൾ പക്ഷെ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. ലലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ അക്രമം പ്രവർത്തിക്കുന്നവരെ മാത്രമായിട്ടല്ലാതെ ബാധിക്കുന്ന ദുരന്തങ്ങളെ. ഫിത്ന എന്ന് പറയുമ്പോൾ പ്രലോഭനവുമാണ്, അതോടൊപ്പം തന്നെ ദുരന്തവുമാണ്. അത്തരം ദുരന്തങ്ങളെ നിങ്ങൾ കരുതിയിരുന്നു കൊള്ളുക എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രകൃതിയുടെ സന്തുലിതത്വത്തിനകത്താണ് നമ്മുടെ ജീവിത സുരക്ഷ. മുൻകാല സമൂഹങ്ങളുടെ തിന്മകളും ദുരാചാരങ്ങളും അതുപോലെ അവരുടെ ദുഷ്പ്രവണതകളും ഒക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കൂടി അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അതും മനസ്സിലാക്കണം. പടച്ചതമ്പുരാൻ ഒരു ബോംബിങ് ഇട്ടതല്ല, മറിച്ച് എങ്ങനെയാണ് ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് അതല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഇങ്ങനെയൊക്കെ വന്നതായിട്ടാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ അതില് കുറെ പാവപ്പെട്ടവർ ഇരകളാകും. ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ ദയയും കാരുണ്യത്തെയും അളക്കരുത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലോകം ഇവിടെ തീരുന്നതല്ല, ജീവിതം ഇവിടെ തീരുന്നതല്ല. അള്ളാഹു കാരുണ്യവാൻ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേസമയം അള്ളാഹുവിന്റെ കരുണ നമ്മൾ അനുഭവിക്കുന്നത് ഇവിടെ മാത്രമല്ല, ജീവിതം തുടരാനുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ലോകത്ത് നരകം തീർക്കാൻ പാടില്ല എന്നുള്ള ഒരു കൽപ്പനയാണ്. ഈ ലോകത്ത് നരകം തീർക്കാൻ പാടില്ല. ഈ ലോകം തന്നെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജന്നത്തുണ്ട്. ആ ജന്നത്തിനെ ഒരു പുനഃസൃഷ്ടിക്കുക എന്ന ഒരർത്ഥത്തിലാവണം നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ചിന്തകളോടുകൂടി ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ ദുരന്തവും നമുക്ക് വലിയ പാഠമാണ് തരുന്നത് എന്ന തികഞ്ഞ ബോധ്യത്തോടു കൂടി, ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. ആസൂത്രണം, ഓരോ വ്യക്തിയും ഒരു സൊസൈറ്റി എന്ന നിലക്ക് നമ്മൾ മൊത്തം തന്നെയും ആസൂത്രണം ചെയ്യണം. നമുക്ക് നമ്മുടെ കാര്യമാണ് പലപ്പോഴും വലുത്. നമ്മുടെ ജീവിതം, നമ്മുടെ സുഖങ്ങൾ, അതുപോലെ നമ്മുടെ ഭോഗങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വേറൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അങ്ങനെയല്ല ഒരു മുസ്ലിമിന്റെ ജീവിതം. മുസ്ലിം എപ്പോഴും വിലപിക്കുന്നവർക്കൊപ്പമാണ്, അതോടൊപ്പം തന്നെ വിലാപം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുമാണ്. ഈ രണ്ട് പോയിന്റുകൾ ഇന്നത്തെ പറയുന്ന ഡിസാസ്റ്ററിനെ, കലാമിറ്റിയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ രണ്ട് പോയിന്റുകൾ, നമ്മൾ വിലപിക്കുന്നവർക്കൊപ്പമാണ്, അതോടൊപ്പം തന്നെ നമ്മൾ
മേലിൽ വിലാപം ഉണ്ടാകാതിരിക്കാൻ ജാഗരൂകരാകേണ്ടതുമാണ്. ഈ പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റിയും, അതും ഈ പറഞ്ഞ ഹക്കുൽ ഹയാത്തും അതുപോലെ മറ്റ് ബാധ്യതകളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യാനും നമുക്ക് സാധിക്കുന്ന സ്വഭാവത്തിൽ അവരെ മുഴുവനും സഹായിക്കുവാനും, ആ ദുരന്തം അനുഭവിക്കുന്നവരെ ആ ഒരു ഗ്രാമം തന്നെ അങ്ങോട്ട് പോയി അതിനെ വീണ്ടും ഒന്ന് പുനരധിവസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അത് സാധിക്കുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് ഇതിനൊക്കെയും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ അർത്ഥവും ആരോഗ്യവും ഒക്കെ ആവശ്യാനുസൃതവും കഴിവനുസരിച്ചും സാധ്യതയനുസരിച്ചും ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കഴിവനുസരിച്ചും സാധ്യതയനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളനുസരിച്ചും ഒക്കെ നമ്മളത് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴിങ്ങനെ അവരോട് ഐക്യദാർഢ്യപ്പെടുവാനും അതോടൊപ്പം തന്നെ മേലിൽ ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നതിൽ നിന്ന് അതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിനും ഒക്കെ നമ്മൾ ഒരു സമൂഹം എന്ന നിലക്ക് തയ്യാറാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ദുരന്തത്തിന് ഇരയായിട്ടുള്ള എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുകയും അവരിൽ മരണപ്പെട്ടവരെ പടച്ചതമ്പുരാൻ ഇഹപരത്തിൽ ഒക്കെയും സന്തോഷിപ്പിക്കുകയും അവർ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും തന്നെ പടച്ചതമ്പുരാൻ ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.